കുട്ടിയുടെ ശുദ്ധപ്രകൃതം നശിച്ചതെങ്ങനെ? ഞാൻ നിങ്ങളുടെ കയ്യിൽ ഒരു വിത്ത് ഏൽപ്പിക്കുകയാണ്. ഭാവിയിൽ ഒരു വലിയ വൃക്ഷമായി തീർന്ന് ധാരാളം ഫലങ്ങളും തണലുമൊക്കെ സമൂഹത്തിന് നൽകുന്ന ഒരു വലിയ വടവൃക്ഷത്തിൻ്റെ വിത്താണ് നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുന്നത്. ആ വിത്ത് നട്ടുവളർത്തുവാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു. നിങ്ങൾ അത് നട്ടത് പാറപ്പുറത്താണെന്ന് സങ്കല്പിക്കുക. എന്ത് സംഭവിക്കും? അത് വളർന്ന് വലിയ വൃക്ഷമാകുമോ? ജനങ്ങൾക്ക് അതിൽ നിന്നുള്ള ഫലങ്ങൾ ലഭിക്കുമോ? ഒരിക്കലുമില്ല. ഒട്ടും സംശയമില്ല. ആരാണ് ഇതിന് ഉത്തരവാദി? ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന വിത്താണോ? അതിന് കാരണം അതിനകത്ത് വളർന്നു വലുതാകാനുള്ള ജനറ്റിക് പ്രോഗ്രാമുകൾ കൂടി കൊള്ളുന്നുണ്ട്. എല്ലാ വിത്തിലും ഉള്ളതുപോലെ തന്നെ. വിത്ത് നൽകിയ ഞാനാണോ അത് വളർന്ന് വികസിക്കാതിരിക്കുന്നതിനുള്ള കാരണക്കാരൻ? തീർച്ചയായും അല്ല എന്ന് നിങ്ങൾ സമ്മതിക്കും. പിന്നെ ആരാണ് ഉത്തരവാദി? അതിനെ പാറപ്പുറത്ത് കൊണ്ടിട്ട നിങ്ങൾ തന്നെ. ഞാൻ നിങ്ങൾക്ക് വിത്ത് തരുന്ന സമയത്ത് മറ്റൊരാൾക്ക് കൂടി ഒന്ന് കൊടുത്തിരുന്നു. അയാൾ അത് നട്ടത് പാറപ്പുറത്തല്ല, മറിച്ച് നല്ല മണ്ണിൽ തന്നെ. പക്ഷേ അയാൾ നട്ടതിൻ്റെ സമയം തെറ്റിപ്പോയിരുന്നു. സീസൺ മാറിയാണ് അയാൾ നട്ടത്. എങ്കിൽ എന്ത് സംഭവിക്കും? ചിലപ്പോൾ അത് വളർന്നേക്കാം, പക്ഷേ വളരെ മോശമായ പ്രകൃതത്തിലായിരിക്കും അത് വളരുന്നത്. ഉദ്ദേശിച്ച ഫലങ്ങൾ അതിൽ നിന്നും ലഭിച്ചേക്കില്ല. സീസൺ മാറിയതിനാൽ ചിലപ്പോൾ അത് മുളക്കുകയേയില്ല. ഇവിടെയും ആരാണ് ഉത്തരവാദി? വിത്താണോ? അത് നൽകിയ ഞാനാണോ? രണ്ടുമല്ല. അത് നട്ട വ്യക്തിയാണ് കാരണക്കാരൻ, സംശയമില്ല. ഇതേ വിത്തിൻ്റെ മറ്റൊന്ന് ഞാൻ മൂന്നാമതൊരാൾക്ക് കൊടുത്തിരുന്നു. അയാൾ അത് നല്ല ഫലഭൂയിഷ്ടമായ മണ്ണിൽ ശരിയായ സീസണിൽ നട്ടു. നന്നായി വെള്ളവും വളവുമൊക്കെ നൽകി എല്ലാവിധ പരിചരണങ്ങളും വേണ്ട സമയത്ത് അതിനു നൽകി എന്ന് കരുതുക. എന്ത് സംഭവിക്കും? തീർച്ചയായും ആ വിത്തിനകത്തുള്ള പ്രോഗ്രാമിങ്ങിനെക്കുറിച്ച് അത് വളർന്നു വലുതായി വലിയ വടവൃക്ഷമായി തീരും. ജനങ്ങൾക്ക് ഫലങ്ങളും തണലുമൊക്കെ അത് നൽകും. യാതൊരു സംശയവുമില്ല. ഇത് പ്രകൃതിയിലെ കുറ്റമറ്റ നിയമങ്ങളിൽ ഒന്നാണ്. വിശദീകരണം ആവശ്യമില്ലാത്ത വിധം വ്യക്തമാണ് കാരണങ്ങൾ. നിങ്ങൾ പച്ചക്കറി കൃഷി നടത്തുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിൽ ചെടികൾ നട്ടുവളർത്തുന്നുണ്ടെങ്കിൽ എത്രമാത്രം ശ്രദ്ധ അതിനു നൽകാറുണ്ട്? കൃത്യസമയത്ത് വെള്ളമൊഴിക്കുന്നു, ആവശ്യത്തിന് വളം നൽകുന്നു, കളകൾ പറിച്ചു കളയുന്നു. ഇങ്ങനെ പലതും നിങ്ങൾ ചെയ്യാറുണ്ട്. പച്ചക്കറികളോ ചെടികളോ വളർത്തുമ്പോൾ ഇത്രമാത്രം ശ്രദ്ധിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ വളർത്തുന്ന കാര്യത്തിൽ എത്രമാത്രം ശ്രദ്ധിക്കുന്നുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് ഒരു വിചിന്തനം നടത്തി നോക്കൂ. നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുന്ന ഭൗതിക സൗകര്യങ്ങളെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. അത് വേണ്ടതു തന്നെയാണ്. അവ ചെയ്തു കൊടുക്കാനുള്ള പ്രേരണകളും നിർദ്ദേശങ്ങളും നൽകുന്നതിനായി ഞാൻ ഒരു പുസ്തകം രചിക്കേണ്ട ആവശ്യമില്ലെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും ചിലപ്പോൾ ജീവൻ തന്നെ പണയപ്പെടുത്തി ചെയ്യുന്ന കർമ്മമാണത്. അപ്പോൾ അതിൽ ഒരു ചർച്ച ആവശ്യമില്ല. എന്നാൽ മനുഷ്യൻ പ്രകൃതിയിലെ ഇതര ജീവികളെപ്പോലെയാണോ? ഭക്ഷണം, പാർപ്പിടം പോലെയുള്ള ഭൗതിക ആവശ്യങ്ങൾ മാത്രം നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞാൽ അതിനപ്പുറം അവന് മറ്റു ആവശ്യങ്ങളില്ലേ? തീർച്ചയായും ഉണ്ട് എന്ന വസ്തുത നാം തിരിച്ചറിയണം. മനുഷ്യൻ കേവല ഭൗതിക ജീവിയല്ല. ശരീരാവശ്യങ്ങൾ മാത്രം അവന് നിർവഹിച്ചു കിട്ടിയാൽ പോരാ. അവൻ്റെ മാനസികവും വൈകാരികവും ആത്മീയവുമായ തലങ്ങളെക്കുറിച്ച് സമ്പുഷ്ടമാക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ പാറപ്പുറത്തോ സീസണല്ലാത്ത സമയത്തോ നട്ട് വളർത്ത വിത്തുപോലെ വളരാതെയും വളർന്നാൽ തന്നെ മുരടിച്ചും അവൻ പൂർണ്ണ മനുഷ്യനല്ലായിത്തീരും. എന്തുണ്ട് മാർഗം? തീർച്ചയായും ചിന്തിക്കേണ്ട വിഷയമാണത്. നിങ്ങളിൽ പലരും എൻജിനീയർമാരും ഡോക്ടർമാരുമൊക്കെ ആയിരിക്കും. അത്തരത്തിലുള്ള എല്ലാ കോഴ്സുകളും പഠിക്കുവാനായി 4-5 വർഷങ്ങൾ നിങ്ങൾ ചെലവഴിച്ചു.
നിരവധി തിയറികളും പ്രാക്ടിക്കൽ പരിശീലനങ്ങളും നിർവഹിച്ചു. എങ്കിൽ രക്ഷിതാവ് എന്ന നിലയിൽ നിങ്ങളുടെ കുട്ടികളെ പൂർണ്ണ വ്യക്തിത്വത്തിന് ഉടമയാക്കി തീർക്കുമാറ് വളർത്തിയെടുക്കുവാൻ എന്തു പരിശീലനമാണ് നിങ്ങൾക്ക് ലഭിച്ചത്? ഏതു ഡിപ്ലോമയാണ് ഈ വിഷയത്തിൽ നിങ്ങൾ തിരഞ്ഞെടുത്തത്? ഏതു സർട്ടിഫിക്കറ്റാണ് നിങ്ങൾ കരസ്ഥമാക്കിയത്? സ്വയം ഒരു തിരിച്ചറിവിലേക്ക് നാം എത്തേണ്ടിയിരിക്കുന്നു. ഒരു ഡിഗ്രിയും ഡിപ്ലോമയും നമ്മുടെ കയ്യിലില്ലല്ലോ. ഒരു ബിഗ് സീറോ എന്ന് വേണമെങ്കിൽ പറയാം. ആലോചിക്കുക, ഇത്രയും കാലം കുട്ടികളെ നിങ്ങൾ വളർത്തുകയായിരുന്നു. അതല്ല, നിങ്ങളുടേതായ തിരക്കുകൾക്കിടയിൽ കുട്ടികൾ വളരുകയായിരുന്നു. തീർച്ചയായും കുട്ടികൾ വളരുകയായിരുന്നു. നിങ്ങൾ അവരെ വളർത്തുകയല്ല ചെയ്തത് എന്ന വസ്തുത ഒരു നിമിഷം സത്യസന്ധമായി ചിന്തിച്ചാൽ നിങ്ങൾക്ക് ബോധ്യമാകും. കൺകുളിർമയുള്ള മക്കളെ പ്രദാനം ചെയ്യണേ എന്നു പ്രാർത്ഥിക്കുന്നവരാണ് വിശ്വാസികൾ എന്ന് ഖുർആൻ വിശ്വാസികളെ പരിചയപ്പെടുത്തി. നിങ്ങളും ആഗ്രഹിക്കുന്നതും ഇത്തരം കൺകുളിർമയുള്ള മക്കളെ തന്നെയല്ലേ? ആണ് എന്നതിൽ സംശയമില്ല. എന്നാൽ ഒരു നിമിഷം ഹൃദയത്തിനകത്തേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ചിന്തിക്കുക. ഖുർആൻ പറഞ്ഞ രീതിയിലുള്ള കൺകുളിർമയുള്ള മക്കളാണോ എൻ്റേത്? എവിടെയാണ് നമുക്ക് പിഴച്ചത്? എന്തുകൊണ്ടാണ് നമ്മുടെ മക്കൾ നമ്മുടെ പിടുത്തത്തിൽ നിന്നും കൈവിട്ടു പോകുന്നത്? 2 കാരണങ്ങളാണ് പ്രധാനമായും നിലനിൽക്കുന്നത്. ഒന്ന്, നാം അവരെ വളർത്തുന്നില്ല. വളർത്തുക എന്ന പ്രക്രിയ നടക്കുന്നതില്ല അർത്ഥം. എന്നാൽ നടക്കുന്ന പ്രക്രിയകളൊക്കെ മിക്കവാറും അവരെ വളർത്തുന്ന പ്രവർത്തനങ്ങളാണെന്നു താനും. ഇതു നാം തിരിച്ചറിയാതെ പോകുന്നു. 2, കുട്ടികളെ വളർത്തണമെന്ന് ബോധ്യപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ വളർത്തണമെന്ന ഒരു കാറ്റലോഗോ മാനുവലോ അറിയില്ല എന്നതാണ് രണ്ടാമത്തെ പ്രശ്നം. എന്തു ചെയ്യണം, എവിടെ തുടങ്ങണം എന്നറിയാത്ത അവസ്ഥ. ഈ 2 പ്രശ്നങ്ങളെയും വളരെ ആഴത്തിൽ തന്നെ നാം പഠിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്.